കൈറ്റ് വിറ്റേഴ്സ് ചാനൽ അവതരിപ്പിക്കുന്ന അധ്യാപകർക്കായുള്ള കേട്ടറ്റ് പരിശീലന പരിപാടിയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗണിതശാസ്ത്രപരമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. കേട്ടറ്റ് 1-2 വിഭാഗം അധ്യാപകർക്കായിട്ടാണ് ഇന്നത്തെ സെഷൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നാണ്. 9 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നാണ്. ഇവയോടുകൂടി തുടർന്ന് വരുന്ന 10 എണ്ണൽ സംഖ്യകൾ കൂടി കൂട്ടിയാൽ 10 എണ്ണൽ സംഖ്യ കൂടി അതിൻ്റെ കൂടെ കൂട്ടിയാൽ ശരാശരി എത്രയായിട്ട് മാറും എന്നാണ് ചോദ്യം. അപ്പോൾ 9 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ മീൻ വാല്യൂ ആണ്, ആവറേജ് വാല്യൂ ആണ് എൻ. ഏകദേശം മിഡിലിൽ വരുന്ന സംഖ്യ ആയിരിക്കും. അപ്പോൾ മിഡിലിൽ വരുന്ന സംഖ്യ ഞാൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ 9 എണ്ണൽ സംഖ്യകളുണ്ടെങ്കിൽ ഇടതുവശത്ത് പിന്നെ വരുന്നത് എണ്ണൽ സംഖ്യകളാണ്. n-1, ഇടത്തോട്ട് നമുക്ക് നോക്കാം, n-2, n-3, പിന്നെ n-4, ഇടത്ത് 4 വരും. അതുപോലെ വലതുവശത്ത് എന്നിൻ്റെ വലതുവശത്ത് 4 സംഖ്യകൾ, n+1, n+2, n+3, n+4. അപ്പോൾ ഇവയുടെ തുകയെ 9 കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് n കിട്ടുക. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ തുകയെന്ന് പറയുന്നതാണ്, ഇതിൻ്റെ ശരാശരി n ആണ്. അപ്പോൾ ഇവിടെ തുകയെന്ന് പറയുന്നത് നോക്കുമ്പോൾ 9 n ആണെന്ന് കിട്ടും. ബാക്കി -4ഉം +4ഉം എല്ലാം ക്യാൻസലാവും, +3ഉം -3ഉം ക്യാൻസലാവും, -2ഉം +2ഉം ക്യാൻസലാവും, +1ഉം -1ഉം കഴിയുക. ഈ 9 എണ്ണൽ സംഖ്യയുടെ തുകയെന്ന് പറയുന്നത് 9 n ആണ്. ഇനി നമ്മൾ അടുത്ത 10 എണ്ണൽ സംഖ്യകൾ കൂടി കൂട്ടുകയാണ്. അടുത്ത 10 എണ്ണൽ സംഖ്യകളെന്ന് പറയുന്നത് n+4 കഴിഞ്ഞാൽ വരുന്നത് n+5, n+6, n+7 ഇങ്ങനെ പറഞ്ഞ് ഏതുവരെ വരും, n+14 വരെയുള്ള സംഖ്യകളാണ് പിന്നെ കൂട്ടുന്നത്. ഇത്രയും സംഖ്യയുടെ തുകയെന്ന് പറയുന്നത് നമുക്കറിയാം 10 സംഖ്യകളാണ്. അപ്പോൾ 10n + 5 മുതൽ 14 വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 95 ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കാം. ആദ്യത്തെ 9 സംഖ്യകളും ഇപ്പോഴത്തെ 10 സംഖ്യകളും. അപ്പം മൊത്തം തുകയെന്ന് പറയുന്നത് 9n + 10n + 5, 10n + 95. അപ്പോൾ ഇതാണ് തുക. ഇതിനെ എണ്ണം, ആദ്യം 9 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം 10 എണ്ണം കൂടെ ആഡ് ചെയ്തു, 19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ടു 19n + 95/19 ഈക്വൽ ടു 19 കൊണ്ട് ചെയ്യാം n+5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ n+5 ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ നിൽക്കാനുള്ള സമയമൊന്നും കേട്ടതില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എണ്ണൽ സംഖ്യകളുടെ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയോട് അടുത്ത് വരുന്ന കുറച്ച് എണ്ണൽ സംഖ്യകൾ കൂട്ടാൻ പറഞ്ഞാൽ പുതിയ ശരാശരിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര എണ്ണൽ സംഖ്യകളാണോ കൂട്ടിയത് അതിൻ്റെ പകുതി എടുത്ത് കൂട്ടിയാൽ മതി. നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി n ആണെങ്കിൽ കൂട്ടിയത് 10 സംഖ്യകളാണെങ്കിൽ ആ 10 സംഖ്യകളുടെ പകുതി, അതായത് 5 കൂട്ടുമ്പോൾ നമുക്ക് പുതിയ ശരാശരി കിട്ടും. അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നമുക്ക് സമയം ലാഭിക്കേണ്ടതുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ 9 എണ്ണൽ സംഖ്യയുടെ ശരാശരി n ആണ്, അടുത്ത 10 സംഖ്യകളാണ് കൂട്ടുന്നത്. അപ്പം 10ൻ്റെ പകുതിയായ 5 കൂടെ കൂട്ടി നിങ്ങൾ പുതിയ ശരാശരി കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ രീതിയിലുള്ള മറ്റൊരു ചോദ്യമാണ്, തുടർച്ചയായ 15 എണ്ണൽ സംഖ്യകളുടെ ശരാശരി x ആണ്. ഇവയോടൊപ്പം അടുത്ത 6 എണ്ണൽ സംഖ്യകൾ കൂടി ചേർത്താൽ പുതിയ ശരാശരി എത്രയായിരിക്കും എന്നാണ്. നമ്മൾ നേരത്തെ കണ്ട ചോദ്യം തന്നെയാണ് ഇവിടെയും, അതുപോലത്തെ ചോദ്യം തന്നെയാണ്. ആദ്യത്തെ ശരാശരി x ആണെങ്കിൽ പുതുതായി ചേർത്ത എണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി. പുതുതായി ചേർത്തത് 6 എണ്ണമാണ്, 6 എണ്ണൽ സംഖ്യകളാണ്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ എണ്ണത്തിൻ്റെ പകുതി 3 ആണ്. അപ്പം x+3 ആയിരിക്കും പുതിയ ശരാശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
ഇവിടെ നോക്കൂ, തുടർച്ചയായ 5 ഇരട്ട എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഇവിടെ ഇരട്ട എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് കെ എന്ന് തന്നിട്ടുള്ളത്. ഇവയോടൊപ്പം അടുത്ത 3 ഇരട്ട എണ്ണൽ സംഖ്യകൾ കൂടി ചേർക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ എണ്ണൽ സംഖ്യകളുടെ കാര്യമാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ ഇരട്ട സംഖ്യകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി കെ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ സംഖ്യകളെന്ന് പറയുന്നത് മിഡിൽ വരുന്ന സംഖ്യ കെ ആയിരിക്കും. അതിൻ്റെ ലെഫ്റ്റിലോട്ട് നമുക്ക് ഇരട്ട സംഖ്യകളായതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് K-2 ആയിരിക്കും, അതിന് തൊട്ട് മുമ്പുള്ളത് K-4 ആയിരിക്കും. വലതുവശത്തോട്ട് പോകുമ്പം K+2 ആയിരിക്കും, K+4 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തുകയെന്ന് പറയുന്നത് 5K ആണ്. അതായത് ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ തുകയെന്ന് പറയുന്നത് 5K ആണ്. അടുത്ത 3 ഇരട്ട സംഖ്യകളാണ് കൂട്ടുന്നത്. അപ്പോൾ K+4ന് ശേഷം വരുന്ന 3 ഇരട്ട സംഖ്യകളെന്ന് പറയുന്നത് K+6, K+8, K+10 ആണ്. അപ്പോൾ ഇതിൻ്റെ തുകയെന്ന് പറയുന്നത് 3K+24 ആണ്. അപ്പം മൊത്തം തുക എന്ന് പറയുന്നത് ആദ്യം തൊട്ട് ആദ്യത്തെ 5ഉം പിന്നെ വരുന്ന 3 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 5K + 3K + 24. ഇതിനെയാണ് നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ശരാശരി കിട്ടുക. എണ്ണം എന്ന് പറയുന്നത് 5ഉം 3ഉം 8 ആണ്. അപ്പോൾ മുകളിൽ ന്യൂമറേറ്റർ നമ്മൾ നോക്കുമ്പോൾ 5K + 3K 8K + 24 8K + 24 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു നമുക്ക് K+3 എന്ന് കിട്ടും. അപ്പോൾ K+3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അത് ഓപ്ഷൻ എ ആണ്, K+3 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ എണ്ണൽ സംഖ്യകളുടെ എടുത്തപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന എണ്ണൽ സംഖ്യകളുടെ എണ്ണത്തിൻ്റെ പകുതി എടുത്തു. ഇരട്ട സംഖ്യകളാണ് നിങ്ങൾ എടുക്കുന്നത്, ഇരട്ട സംഖ്യകളോ ഒറ്റ സംഖ്യകളോ ആണ് നിങ്ങൾ കൂടി ചേർക്കുന്നതെങ്കിൽ നമ്മൾ എത്ര എണ്ണം ചേർത്തോ അത്രയും എണ്ണം ശരാശരിയോട് കൂട്ടണം. ഇവിടെ 3 എണ്ണമാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ ശരാശരി നേരത്തെ ഉണ്ടായിരുന്നത് K ആണ്. Kയുടെ കൂടെ നമ്മൾ ആ എണ്ണം പകുതിയായിട്ടല്ല ചേർക്കേണ്ടത്, മുഴുവനായിട്ട് ചേർക്കണം. ഇത് ഇരട്ട സംഖ്യകളോ ഒറ്റ സംഖ്യകളോ ആണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തുടർച്ചയായ 7 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ ശരാശരി M ആണ്. ഇവയോടൊപ്പം അടുത്ത 4 ഒറ്റ എണ്ണൽ സംഖ്യകൾ കൂടി ചേർത്തു എങ്കിൽ ശരാശരി എത്രയായിരിക്കുന്നു? ഇവിടെ നോക്കൂ, കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ഇരട്ട എണ്ണൽ സംഖ്യകളുടെ ഇതാണ് ചോദിച്ചത്. ഇവിടെ ഒറ്റ എണ്ണൽ സംഖ്യകളാണ്. ഇത് രണ്ടും വന്നാലും നിങ്ങൾ എത്ര ഒറ്റ എണ്ണൽ സംഖ്യകളാണോ ചേർക്കുന്നത് ആ എണ്ണം ആദ്യത്തെ ശരാശരിയോട് കൂട്ടണം. ആദ്യത്തെ ശരാശരി M ആയിരുന്നു. ഇവിടെ കൂട്ടിച്ചേർത്തത് 4 ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ എമ്മിനോട് 4 കൂട്ടണം. അതായത് M+4 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ബി ആണ് ഓപ്ഷൻ. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 4.125 കിട്ടി എങ്കിൽ ഉത്തരമായി കിട്ടുന്ന താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ ജോഡി ഏതാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ ജോഡിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4.125നെ ഉത്തരമായി കിട്ടുന്ന ഈ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ. അപ്പം നമുക്ക് 4.125നെ രണ്ട് സംഖ്യകളുടെ ചേർന്ന ഒരു ഫ്രാക്ഷനായിട്ട് എഴുതണം. നോക്കി നിങ്ങൾക്കറിയാം, ഇത് ഡെസിമലാണ്. ഇതിനൊരു ഫ്രാക്ഷൻ രൂപം ഉണ്ടായിരിക്കും, ഒരു ഭിന്ന രൂപം ഉണ്ടായിരിക്കും. അതായത് 4125 ഡിവൈഡഡ് ബൈ 1000 എന്ന് നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8, 40, 12, 2, 25, 825 ബൈ 200 എന്ന് കിട്ടും. വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇതിപ്പോൾ 3 അക്ക സംഖ്യകളാണ്. വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 1, 6, 5, 165 ബൈ 40 എന്ന് കിട്ടും. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 33 ബൈ 8 എന്ന് കിട്ടും.
പക്ഷേ ഇവിടെ ഇതിപ്പം രണ്ടക്ക സംഖ്യ നമുക്ക് കിട്ടിയെങ്കിലും നമ്മൾ ഇവിടെ വരുന്ന ഓപ്ഷനിൽ ഒന്നും തന്നെ 33 8 ഇല്ല. പക്ഷേ ഇതിന് തുല്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്ത് 66/16 എന്ന് എഴുതാം. ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഏതാ? 66ഉം 16. അപ്പോൾ 4.125നെ രണ്ട് രണ്ടക്ക സംഖ്യകളുടെ ഹരണഫലമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒരു പരിശീലന ചോദ്യം കൂടെ നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ -4ന് തുല്യമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. -4 തുല്യമല്ലാത്തത് നിങ്ങൾക്കറിയാം. -5ഉം +9. -5 +9 വ്യത്യസ്ത ചിഹ്നങ്ങളായിരുന്നു. വലുതിൽ നിന്ന് ചെറുതിനെ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 9ൽ നിന്ന് 5നെ കുറച്ചാൽ 4 കിട്ടും. വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്, അപ്പം +4 ആണ്. ഇതാണെങ്കിലോ -9 +5. വലുത് 9ൽ നിന്ന് 5 കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുമ്പോൾ -4 എന്ന് കിട്ടും. 5 -9 അതും -4 ആണ്. ഇനി -1.5യും 2.5യും അപ്പോൾ ഒരേ ചിഹ്നങ്ങളാണ്, കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കണം. 1.5യും 2.5യും കൂടെ കൂട്ടുമ്പോൾ 4, ചിഹ്നം എന്ന് പറയുന്നത് -4. അപ്പം ഇത് 3 ശരിയാണ്. അപ്പം തുല്യമല്ലാത്തതെന്ന് പറയുന്നത് +4 ആണ് തുല്യമല്ലാത്തത്. അപ്പം എ ആണ് കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതെന്നാണ് ചോദ്യം. ഇപ്പോൾ പൂർണ്ണവർഗ സംഖ്യകളുടെ പ്രത്യേകതകൾ അറിയണം. പൂർണ്ണവർഗ സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരാവുന്ന സംഖ്യകൾ നമുക്ക് 1 വരാം, പിന്നെ വരാവുന്നത് 4 ആണ്, പിന്നെ വരാവുന്നത് 5, 6, പിന്നെ വരുന്നത് 9 ആണ്, പിന്നെ 0 വരും. അപ്പോൾ ഈ ഇത്രയും സംഖ്യകൾ മാത്രമേ പൂർണ്ണവർഗ സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്ന സംഖ്യകളിൽ ഇത് വരാം, ഇത് എടുക്കാം, ഇതിനെ നമുക്ക് ആദ്യമേ ഒഴിവാക്കാം. ഇത് രണ്ടും പൂർണ്ണവർഗങ്ങൾ അല്ല. കാരണം അവയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് 2ഉം 3ഉം ആണ്. അപ്പോൾ 2ഉം 3ഉം ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന പൂർണ്ണവർഗ സംഖ്യകൾ ഇല്ല. അപ്പോൾ ഇനി ഇത് രണ്ടും നോക്കിയാൽ മതി. ഇത് രണ്ടും നോക്കുമ്പോൾ വർഗസംഖ്യകളിൽ എപ്പോഴും 0 വരുന്നത് ഇരട്ട സംഖ്യകളുടെ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കും. ഇവിടെ 3 പൂജ്യങ്ങളെ വരുന്നുള്ളൂ. അത് 4 0 വന്നാൽ നമുക്കത് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ 3 0 വരുന്നത് കൊണ്ട് തന്നെ ഇത് വർഗസംഖ്യ അല്ല എന്ന് നമുക്ക് എപ്പോഴും പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനി ഇത് വരാം. പിന്നെ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ പൂർണ്ണവർഗ സംഖ്യ ഏതായിരിക്കും? ബി ആയിരിക്കും പൂർണ്ണവർഗ സംഖ്യ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം ശ്രദ്ധിക്കൂ. 6² × 3² × 4 ആണ്. ഇതിന് എത്ര ഘടകങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഇപ്പം 4ൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെ പവറിനോട് 1 കൂട്ടിയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ തിയറി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എളുപ്പമെന്ന് പറയുന്നത് ഇപ്പം ആദ്യത്തതിൻ്റെ പവർ 2 ആണ്. അപ്പോൾ 2നോട് 1 കൂട്ടണം. അപ്പോൾ 2 + 1. അടുത്തത് 2 ആണ്, അതും നോടും 1 കൂട്ടണം, 2 + 1. അടുത്തതിൻ്റെ പവർ 1 ആണ്, അതിനോടും 1 കൂട്ടുക, 1 + 1. അപ്പോൾ ഇത് 3 × 3 × 2 എന്ന് കിട്ടും. 9 × 2 18 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ഒരു സംഖ്യയെ നമുക്ക് n എന്ന് പറയുന്ന സംഖ്യയെ P1⁴A1 എന്നും P2⁴A2 എന്ന് നമുക്ക് എഴുതാൻ പറ്റിയാൽ, അതായത് P1ൻ്റെയും P2ൻ്റെയും ഘടകങ്ങളാക്കി നമുക്ക് എഴുതാൻ പറ്റും. ആകെ എത്ര ഘടകങ്ങളുണ്ടെന്ന് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എണ്ണം കണ്ടുപിടിക്കാൻ A1 + 1 × A2 + 1 എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. അത്രയും ഘടകങ്ങളുടെ എണ്ണമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു സംഖ്യയെ n = P1⁴A1 × P2⁴A2 എന്ന രൂപത്തിൽ എഴുതിയാൽ
ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അവയുടെ പവറുകളോട് 1 കൂട്ടുന്നു. A1 + 1 × A2 + 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10⁻3 × 5⁻2 എന്ന് പറയുന്നത് 3ൻ്റെ പവർ 3നോട് 1 കൂട്ടുക 4 × 2നോട് 1 കൂട്ടുക 3 12 ആയിരിക്കും. ഇവിടെയോ 15⁻2 × 6⁻2 എന്ന് പറയുന്നത് 3 × 3 ആയിരിക്കും, 9 ആയിരിക്കും ഘടകങ്ങളുടെ എണ്ണം. 2⁻4 × 3⁻3 × 5⁻1 എന്ന് പറയുന്നത് 5 × 4 × 2 ആയിരിക്കും. 40 ഘടകങ്ങളുണ്ടായിരിക്കും. അടുത്ത ചോദ്യം നോക്കൂ. 11 മീറ്റർ നീളമുള്ള ഒരു കയറിനെ 1.75 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കുന്നു. അവസാനം മിച്ചം വരുന്ന കഷ്ണത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 11 മീറ്ററിനെ നമ്മൾ 1.75 എത്ര 1.75 ഉണ്ട് എന്ന് നോക്കുക. ബാക്കി എത്ര വരുന്നോ അത് എത്രയാണെന്നും കണ്ടെത്തുക. അപ്പോൾ 11 നമുക്ക് 1.75 എന്ന് പറഞ്ഞാൽ 1.25 അപ്പോൾ 2 1.25 ചേരുമ്പം നിങ്ങൾക്കറിയാം 3.5 ആവും. അപ്പോൾ ഇത് 2 എണ്ണം ചേരുമ്പോൾ വീണ്ടും ഒരു 2 എണ്ണം കൂടെ ചേരുമ്പോൾ 7 ആകും. വീണ്ടും ഒരു ഒന്നുകൂടെ ചേരുമ്പോൾ 10.5 ആവും അല്ലേ. അപ്പം ഇതിനകത്ത് മാക്സിമം വരാവുന്ന 1.75 മീറ്ററുകളെന്ന് പറയുന്നത് എത്രയാണ്? 2 + 2 + 1 5 ബാക്കി വരും 10.5. 11 നിന്ന് 10.5 പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? 0.5 ആണ് അല്ലേ. 0.5 മീറ്റർ. ഈ 0.5 മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആൻസർ എല്ലാം സെൻറ്റിമീറ്ററിലാണ്. 0.5 മീറ്ററിന് തുല്യമായിട്ട് സെൻറ്റിമീറ്റർ എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഇനി ചില ബോധനശാസ്ത്രപരമായ ചോദ്യങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അപഗ്രഥന രീതിയുടെ സവിശേഷത ഏതെന്നാണ് ചോദ്യം. ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വങ്ങളിലേക്ക് എന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ. നമുക്കറിയാം അത് ആഗമന രീതിയുടെ പ്രത്യേകതയാണ്. ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് പോകുന്നത്. അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകുന്നത് ഉദ്ഗ്രഥന രീതിയുടെ പ്രത്യേകതയാണ്. അറിയാത്തതിൽ നിന്ന് അറിയാവുന്നതിലേക്ക് പോകുന്നതാണ് അപഗ്രഥന രീതിയുടെ പ്രത്യേകത. മൂർത്തതയിൽ നിന്ന് അമൂർത്തതയിലേക്ക് പോകുന്നതും ആഗമന രീതിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അറിയാത്തതിൽ നിന്ന് അറിയാവുന്നതിലേക്ക്, അൺനോൺ ടു നോൺ. അതാണ് നമ്മൾ ഒരു പ്രശ്നം പരിഹരണത്തിന് ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. അപ്പോൾ പ്രശ്നത്തെ പല ഘടകങ്ങളാക്കി മാറ്റി ആ ഓരോ ഘടകങ്ങളും കണ്ടുപിടിച്ച് ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്ന രീതിയാണ് അപഗ്രഥന രീതി. ഉദ്ഗ്രഥന രീതി എന്ന് പറയുമ്പം അറിയാവുന്നവ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഉദ്ഗ്രഥന രീതി എന്ന് പറയുന്നത്. അപ്പം ഇത് അപഗ്രഥന രീതിയാണ് ഇവിടെ ചോദ്യം. ഉദ്ഗ്രഥന രീതി എന്ന് പറഞ്ഞാൽ നോൺ ടു അൺനോണും, അപഗ്രഥന രീതി എന്ന് പറയുന്നത് അൺനോൺ ടു നോണുമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപഗ്രഥന രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ ആശയത്തെയോ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് പഠിക്കുന്ന രീതിയാണ്. അറിയാത്ത കാര്യങ്ങളിൽ നിന്ന് അറിയുന്ന കാര്യത്തിലേക്ക് നീങ്ങുന്ന രീതി. ഉദ്ഗ്രഥന രീതി എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് മെത്തേഡ്, ചെറിയ ഭാഗങ്ങളെ കൂട്ടിയിണക്കി, അറിയാവുന്ന ചെറിയ ഭാഗങ്ങളെ കൂട്ടിയിണക്കി ഒരു പൂർണ്ണരൂപം കണ്ടെത്തുന്ന രീതിയാണ്. അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പുതിയ അറിവിലേക്ക് ഇത് മാറും. ജാമതീയ പഠനവുമായി ബന്ധപ്പെട്ട് വാൻ ഹെയ്ലി അവതരിപ്പിച്ച ഘട്ടങ്ങളിൽ ആദ്യത്തത് ഏതെന്നാണ് ചോദ്യം. അതിൽ വന്നത് വിശകലനം, വേർതിരിച്ചെടുക്കൽ, ദൃശ്യവൽക്കരണം, ഉദ്ഗ്രഥനം എന്നിവയാണ്. ജാമതീയ പഠനത്തിൽ ആദ്യം വേണ്ടതായിട്ട് വാൻ ഹെയ്ലി പറയുന്ന ഘട്ടങ്ങൾ ഞാൻ പറയാം. ഇതിൽ ഓപ്ഷനിൽ വരുന്നത് ദൃശ്യവൽക്കരണമാണ് ആദ്യത്തേത്. ഇനി നമ്മൾ വാൻ ഹെയ്ലിയുടെ ജാമതീയ പഠനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതാണെന്ന് ഒന്ന് നോക്കാം. 5 ഘട്ടങ്ങളിലൂടെയാണ് ജാമതീയ പഠനം നടക്കുന്നതെന്നാണ് വാൻ ഹെയ്ലി പറയുന്നത്. ആദ്യത്തെ ഘട്ടം ദൃശ്യവൽക്കരണമായിരിക്കണം, പിന്നീട് അതിൻ്റെ വിശകലനം, പിന്നെ അനൗദ്യോഗിക നിഗമനം, ഔദ്യോഗിക നിഗമനം, പിന്നെ ദൃഢത. ഇതാണ് 5 ഘട്ടങ്ങളായിട്ട് ജാമതീയ പഠനത്തെക്കുറിച്ച് വാൻ ഹെയ്ലി അവതരിപ്പിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ ഗണിതവുമായി ബന്ധപ്പെട്ട പ്രക്രിയാശേഷി അല്ലാത്തത് ഏതാണ്? ഗണിത പ്രക്രിയ ശേഷി അല്ലാത്തത് നിരീക്ഷിക്കൽ, താൽപ്പര്യം പ്രകടിപ്പിക്കൽ, പട്ടികപ്പെടുത്തൽ, സാമാന്യവൽക്കരിക്കൽ. ഇതിൽ നിരീക്ഷിക്കൽ, പട്ടികപ്പെടുത്തൽ, സാമാന്യവൽക്കരിക്കൽ ഇത് മൂന്നും
ഗണിത പ്രക്രിയാശേഷികളിൽ വരുന്നതാണ്. താല്പര്യം പ്രകടിപ്പിക്കൽ എന്നാണ്, ആപ്റ്റിറ്റ്യൂഡാണ്. അത് ശേഷികളിൽ വരുന്നത് അല്ല. നിരീക്ഷിക്കലും പട്ടികപ്പെടുത്തലും സാമാന്യവൽക്കരിക്കലും പ്രക്രിയാശേഷി. അപ്പോൾ ഇവിടുത്തെ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പം ബി ആണ് ഓപ്ഷൻ. താല്പര്യം പ്രകടിപ്പിക്കൽ പ്രക്രിയാശേഷി അല്ല. യൂക്ലിഡിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥം ഏതെന്നാണ് ചോദ്യം. എലമെൻസ് ആണ് യൂക്ലിഡിൻ്റെ പ്രസിദ്ധമായിട്ട് ഗ്രന്ഥം. അതിൽ പറയുന്ന മറ്റ് ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്സ് ഐസക് ന്യൂട്ടനാണ് എഴുതിയിട്ടുള്ളത്. അനന്തതയെ അറിഞ്ഞ മനുഷ്യൻ, ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി, റോബർട്ട് കാനികലാണ് അത് എഴുതിയിട്ടുള്ളത്. അത് നമ്മുടെ രാമാനുജനെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്, അനന്തതയെ അറിഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്നത്. ലീലാവതി എഴുതിയിട്ടുള്ളത് ഭാസ്കരാചാര്യരാണ്. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.